നമ്മൾ ഉക്രൈൻ റഷ്യ വിഷയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉക്രൈനെ ഒരു ബലിയാടായിട്ട് മാത്രമല്ല ഉക്രൈനെ ഒരു ലബോറട്ടറി ആയിട്ടാണ് ഈ ഒരു UK അതേപോലെ ഫ്രാൻസ് ഈ ജർമ്മനി ഉൾപ്പെടെയുള്ള ഈ യൂറോപ്യൻ യൂണിയൻ നാറ്റോ ഒക്കെ ഉള്ള രാജ്യങ്ങൾ ഒരു പരീക്ഷണ വസ്തുവായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷണ വസ്തു എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ റഷ്യ അമേരിക്ക രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന് തീരുമാനിച്ച് ഒരു 30 ദിവസത്തേക്ക് റഷ്യ ഉക്രൈന്റെ ഉള്ളിലുള്ള ക്രിട്ടിക്കൽ റിസോഴ്സസ് അഥവാ എനർജി മേഖല അതുപോലെ തന്നെ പവർ ഗ്രിഡുകൾ ഉൾപ്പെടെയുള്ള ആ ഒരു ഏരിയയൊന്നും അറ്റാക്ക് ചെയ്യില്ല എന്നൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വിഷയം തീർച്ചയായിട്ടും അമേരിക്കൻ റെപ്രസെന്റേറ്റീവ് ഓൾറെഡി തന്നെ ഉക്രൈനിലെ സെലൻസ്കി എടുത്ത് കൺവേ ചെയ്തതുമാണ്. എന്നാൽ ആ ഒരു മെസ്സേജ് കൺവേ ചെയ്ത രണ്ടാമത്തെ ദിവസം തന്നെ ഉക്രൈനിലെ സെലൻസ്കി റഷ്യയുടെ പവർ ഗ്രിഡുകൾ, എനർജി മേഖല, എണ്ണപ്പാടങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇതിൽ ക്ഷുഭിതനായിട്ട് വ്ളാഡിമിർ പുടിൻ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തിരിച്ചടിച്ചു, ശക്തമായി തിരിച്ചടിച്ചു. കീവിലെ പല ഭാഗങ്ങളിലുള്ള പവർ ഗ്രിഡുകൾ ആക്രമിക്കുകയും അതിലൂടെ കീവ് എന്ന് പറഞ്ഞ ആ ഒരു തലസ്ഥാനത്തിൽ 80% പവർ കട്ട്, ഇപ്പോഴും പവർ കട്ടാണ്. ഇതുവരെ കറണ്ട് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അവിടെ ഇപ്പൊ നിലനിൽക്കുന്നത്. ഇതിനുള്ള കാരണവും പൂർണ്ണ ഉത്തരവാദിത്വവും സെലൻസ്കിക്ക് മാത്രമാണ്. അതാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇതിലൂടെ അമേരിക്കയ്ക്കും കൂടി ഈ ഒരു ചർച്ചയ്ക്ക് ഇടപെടുന്ന അമേരിക്കയ്ക്കും കൂടി ഒരു ഇൻസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതികരണവും ഒരു പ്രവൃത്തിയുമാണ് സെലൻസ്കി ചെയ്തിരിക്കുന്നത്. ഇത് വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ്. സെലൻസ്കിക്കും ഈ ഒരു യുദ്ധം നിർത്തണം എന്നുള്ള യാതൊരു താല്പര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് സ്റ്റാർമർ. ഇപ്പൊ സ്റ്റാർമർ എന്തോ വലിയ ഒരു ലൈം ലൈറ്റിൽ വന്നുകൊണ്ട് പല പല പ്രഖ്യാപനങ്ങൾ, ഇങ്ങനെ പ്രസ്താവനകളൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് ഇയാൾ വലിയ എന്തോ ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. UK എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമല്ല, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അവരൊക്കെ ഈ ഒരു കൂട്ടായ്മയിൽ ചേർന്ന് 5 Eyes അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഘടന ചേർന്ന് ഇരിക്കുന്നത് കൊണ്ട് മാത്രം ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ്. അമേരിക്ക ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു UKക്കൊന്നും ഒരു രീതിയിലുള്ള ഒരു വിലയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇവരൊക്കെ പണ്ട് പല രാജ്യങ്ങളിൽ നിന്ന് ഇതേപോലെ കോളനൈസ് ചെയ്ത് മോട്ടിച്ചുകൊണ്ട് പോയിട്ടാണ് ഇവർ UK എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. ഇന്ന് അവരുടെ ആ ഒരു പ്രതാപമൊക്കെ നഷ്ടപ്പെട്ട് ഈ ബ്രിട്ടീഷ് എന്ന് പറഞ്ഞ ആ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള, അതായത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം, അതാണല്ലോ ബ്രിട്ടീഷ്. ആ ബ്രൈറ്റ് ആയിട്ടുള്ള ആ ഒരു ബ്രിട്ടീഷ് ഇപ്പൊ ഒരു പരിധി വരെ കെട്ടടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഇരുന്നുകൊണ്ടാണ് ഈ ഒരു സ്റ്റാർമർ ഈ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ പുറപ്പെടുവിക്കുന്നത്. സ്റ്റാർമർ പറഞ്ഞിരിക്കുന്നത് പീസ് കീപ്പിംഗ് മിഷനെ കൊണ്ട് അവിടെ നിർത്തിക്കൊണ്ട് മാത്രമേ ഇനിയൊരു റഷ്യയുമായിട്ട് ഒരു സമാധാന ചർച്ചയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് സ്റ്റാർമർ പറഞ്ഞിരിക്കുന്നത്. ആരാണ് സ്റ്റാർമർ? സ്റ്റാർമറിന് ഉക്രൈന്റെ ഉള്ളിൽ എന്താണ് റോൾ? ഈ സ്റ്റാർമറിന് ഉക്രൈന്റെ കാര്യങ്ങൾ നോക്കലാണോ ജോലി? ഒരിക്കലുമില്ല. ഇവന്റെയൊക്കെ ഉള്ളിലിരിപ്പെന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണ വസ്തുവായിട്ട് ഒരു ലബോറട്ടറി ആയിട്ട് ചിത്രീകരിച്ച് വെച്ചിരിക്കുകയാണ്. അതായത് ഒരു ലാബ്. എന്താണ് ലാബ്? ഉക്രൈനെ കൊണ്ട് നമ്മൾ റഷ്യക്കെതിരെ എന്തൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ആക്ടിവിറ്റീസിനൊക്കെ റഷ്യ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു കാഴ്ചപ്പാടിന് വേണ്ടിയിട്ട് ഒരു പരീക്ഷണ വസ്തുവായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഉക്രൈനെ. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഉക്രൈനിലെ ഇപ്പൊ റഷ്യ പറഞ്ഞോ പവർ ഗ്രിഡ് ആക്രമിക്കില്ല, എന്നാ നമ്മൾ ആക്രമിച്ച് നോക്കാം, എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഉക്രൈന്റെ ഉള്ളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ലോകം കാണുന്നതും ഇതേ അവസ്ഥയിൽ തന്നെയായിരിക്കും. ഇതിനകത്ത് ഒരു വിഷയം കൂടെ പറയാനുള്ളത് പറഞ്ഞാൽ ഒരു F-16 റഷ്യ അടിച്ചിട്ടിട്ടുണ്ട്. അത് S-400 റഡാർ വെച്ചിട്ടാണ്. S-400 എന്ന് പറഞ്ഞ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട് റഷ്യയുടെ കയ്യിൽ. ആ എയർ ഡിഫൻസ് സിസ്റ്റം വെച്ചിട്ടാണ് ഈ F-16 അടിച്ചിട്ടിരിക്കുന്നത്. ഉക്രൈന്റെ ഒരു F-16 അടിച്ചിട്ടിരിക്കുന്നത്. ഇതിപ്പോ വലിയൊരു ചർച്ചയായി വരാൻ പോകുന്ന വിഷയമാണ്. കാരണം F-16 S-400 ഒരു ടാർഗറ്റ് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. ഇത് എങ്ങനെയാണ് അറ്റാക്ക് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതായത് സുക്കോയ് 35 SU-35 ആണ് ഇതിനെ മോണിറ്റർ ചെയ്യുന്നത്. അതായത് സുക്കോയ് 35 ഏതാണ്ട് 400 കിലോമീറ്റർ റേഞ്ച് ഉള്ള റഡാർ അതിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്, ഇൻബിൽഡ് റഡാർ. അതിലുപരിയായിട്ട് S-400 താഴെ ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ S-400 റേഞ്ച് എന്ന് പറഞ്ഞാൽ 600 മുതൽ 800 കിലോമീറ്റർ റേഞ്ച് ഉണ്ട് S-400. അപ്പം ആ രീതിയിലും ഈ റഡാർ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് ഇതിനെ കണ്ടെത്തും എന്നുള്ളതാണ്. ഇതിനകത്ത് സുക്കോയ് 35 എന്ന് പറഞ്ഞ സ്റ്റെൽത്ത് ടെക്നോളജി ഉള്ള ഒരു ഫൈറ്റർ ആണ്. സുക്കോയ് 35 പറന്നുകൊണ്ടിരിക്കുമ്പോൾ സുക്കോയ് 35 ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു സുക്കോയ് 35 ഇപ്പൊ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ വളരെ ദൂരെ വെച്ച് തന്നെ നിങ്ങൾക്ക് ഒരു ടാർഗറ്റിനെ കണ്ടെത്താൻ കഴിയുന്നു. അതായത് ഒരു ഓപ്പോണന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉക്രൈന്റെ ഒരു ഫൈറ്റർ ജെറ്റ് മുകളിൽ വരുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ആ ഒരു ടാർഗറ്റ് അഥവാ ഒരു മിസൈൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫൈറ്റർ ജെറ്റ് ആയിക്കോട്ടെ, അതിനെ അടിച്ച് വീഴ്ത്തണമെന്നുണ്ടെങ്കിൽ ഈ സുക്കോയ് 35 നിന്നുള്ള റഡാർ റേഞ്ചിൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് അതിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റണം. ഇനി അഥവാ ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യാൻ പാകത്തിനുള്ള ടാർഗറ്റ് കോർഡിനേറ്റ്സ് നിങ്ങൾ താഴത്തെ റഡാറിന് അയച്ചു കൊടുക്കണം. ഇവിടെ S-400 അയച്ചു കൊടുക്കണം. സുക്കോയ് 35 നിന്നും ടാർഗറ്റ് കോർഡിനേറ്റ്സ് S-400 അയച്ചു കൊടുക്കണം. അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ S-400 അതിന്റെ റഡാർ ആക്റ്റീവ് പരിധിയിൽ നോക്കിയിട്ട്
ഈ ടാർഗറ്റ് എവിടെയാണെന്നുള്ളത് കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തി ആ ടാർഗറ്റിനെ ലോക്ക് ചെയ്യും. ആ ലോക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് സെലക്ട് ചെയ്യും ഏത് കപ്പാസിറ്റിയിലുള്ള ഒരു മിസൈലിന് വിട്ടു കഴിഞ്ഞാൽ അതിന് ഓക്കെ ആവും എന്നുള്ളത് ഉറപ്പ് വരുത്തിക്കൊണ്ട് ആ കിലോമീറ്റർ റേഞ്ച് റീച്ച് ലെവലിൽ എത്തുന്ന രീതിയിലുള്ള മിസൈൽ ആയിരിക്കും ഇവിടുന്ന് ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഡിപ്ലോയ് ചെയ്തിട്ടാണ് ഈ ഒരു F-16 അടിച്ചിടാൻ പറ്റുക. അപ്പൊ ഇതുപോലൊരു ഓപ്പറേഷൻ, ഒരു ക്രിട്ടിക്കൽ ഓപ്പറേഷൻ റഷ്യ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത. ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. കാരണം ഇത് റഷ്യയും അമേരിക്കയും തമ്മിൽ നല്ല രീതിയിൽ ഒരു ഫ്രണ്ട്ലി മാനർ ചർച്ച പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉക്രൈൻ അമേരിക്കയെ ഈ രീതിയിൽ ഒരു അവതാളത്തിൽ കൊണ്ടുപെടുത്തിയിരിക്കുന്നത്. കാരണം ഇത് F-16 ഒരു ഫ്യൂച്ചറിനെ ബാധിക്കും. ഇതേ സമയം ഇവിടെ S-400നും സുഖോയ് 35ക്ക് ഒരു മൈലേജ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കൂടെ മനസ്സിലാക്കണം. ഇതിനകത്ത് റഷ്യ എന്തുകൊണ്ടാണ് ഈ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാതെ അത് ഇപ്പോഴും റഷ്യ എന്തുകൊണ്ടാണ് ഈ ഉക്രൈന്റെ പിടിച്ചെടുത്ത സ്ഥലം വിട്ടുകൊടുക്കാതെ കൈവശം വെക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ചരിത്ര പ്രാധാന്യം ഒന്ന് നമുക്ക് പറഞ്ഞു പോവാം. എന്നാലേ നമുക്കിത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. ഇതിനകത്ത് നമ്മൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 1917 മുതൽ 1922 വരെയുള്ള മാപ്പ് നമ്മൾ നോക്കേണ്ടതുണ്ട്. ആ മാപ്പ് ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണം അതിനകത്ത്. എന്നാൽ മാത്രമേ ഞാൻ ഇതിനുശേഷം പറയുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനകത്ത് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. 1917 മുതൽ 2022 കാലഘട്ടങ്ങളിൽ നമ്മൾ ഉക്രൈന്റെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇത് എത്ര ചെറിയ ഈ ഒരു സ്ഥലമാണ് ഉക്രൈൻ. ഇതിലുപരിയായിട്ട് അതിനകത്ത് ഒന്നും തന്നെ നമുക്ക് അതിനകത്ത് കൂടുതൽ ആഡ് ഓൺ ചെയ്യാനൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പൊ 1920-22 കാലഘട്ടങ്ങളിലാണ്. അപ്പൊ ഇതിനകത്ത് സോവിയറ്റിന്റെ ഭാഗമായിട്ടുള്ള 4 റീജിയൻ ഉണ്ട്. ഈ 4 റീജിയനിൽ റഷ്യൻ SFSR ഉണ്ട്, ട്രാൻസ്കോസിയൻ SFSR ഉണ്ട്, ഉക്രൈനിയൻ SSR ഉണ്ട്, ബെലോറഷ്യൻ SSR ഉണ്ട്. ഇതിനകത്ത് 4 റീജിയൻ ആയിട്ടാണ് ഇതിനകത്ത്. SFSR എന്ന് പറയുന്നത് റഷ്യൻ ഫെഡറേഷനും SSR എന്ന് പറയുന്നത് സോവിയറ്റ് സോഷ്യൽ റിപ്പബ്ലിക് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു 4 റീജിയൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഈ സോവിയറ്റില് ഉക്രൈൻ ചേരുമ്പോഴത്തേക്കും ഈ ഒരു ചെറിയ ഭാഗമായിട്ടുള്ള ഈ ഒരു ഉക്രൈൻ ആണ് സോവിയറ്റിൽ ചേർന്നത്. പക്ഷെ ഇന്നത്തെ ഉക്രൈൻ എന്ന് പറഞ്ഞാൽ അതാണോ? അതല്ല. അപ്പൊ ഈ ഉക്രൈൻ എങ്ങനെയാണ് വലുതായത്? ഈ ഉക്രൈന്റെ ഇത്രയും ലാൻഡുകൾ, ഇങ്ങനെ ചുറ്റിക്കിടക്കുന്ന ലാൻഡുകൾ മൊത്തം ഇങ്ങനെ കൂടിച്ചേർന്നത് എങ്ങനെയാണ്? ഇത് ആരാണ് ചേർത്തത്? അപ്പൊ ഇതിന്റെ ചരിത്രമാണ് നമ്മൾ നോക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടാണ് നോക്കുന്നത്. 4 പോയിന്റിലാണ് നോക്കുന്നത്. ഈ 4 പോയിന്റിൽ 4 ഘട്ടങ്ങളായിട്ട് നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അത് കുറച്ചുകൂടെ വ്യക്തത ഉണ്ടാവും എന്താണ് ഉക്രൈൻ എന്നുള്ളത്. കാരണം ഇപ്പം യഥാർത്ഥ ഉക്രൈൻ എന്താണോ ആ ഉക്രൈൻ ആക്കി കൊടുക്കാനാണ് ഇപ്പം റഷ്യ ശ്രമിക്കുന്നത്. പുടിൻ അതാണ് എയിം ചെയ്തിരിക്കുന്നത്. 1920കളിൽ ഉക്രൈൻ റഷ്യയിൽ ചേർന്നതിന് ശേഷം, സോവിയറ്റിൽ ചേർന്നതിന് ശേഷം 1939ലാണ് നോർത്ത് വെസ്റ്റ് എക്സ്പാൻഷൻ നടക്കുന്നത്. നോർത്ത് വെസ്റ്റ് എക്സ്പാൻഷൻ നടത്തുന്നത് സ്റ്റാലിനാണ്. ഈ നോർത്ത് വെസ്റ്റ് എക്സ്പാൻഷനിൽ പോളണ്ടിന്റെ 3 ഭാഗങ്ങൾ റഷ്യയുടെ അഥവാ അന്നത്തെ ഉക്രൈന്റെ ഒപ്പം കൂട്ടിച്ചേർക്കാണ്. അന്നത്തെ സോവിയറ്റ് റഷ്യയുടെ ഒപ്പം ഇന്നത്തെ ഉക്രൈൻ എന്ന് വിളിക്കപ്പെടുന്ന ആ രാജ്യത്തിനോടൊപ്പം കൂട്ടിച്ചേർക്കാണ്. ഇൻഫാക്ട് റഷ്യയുടെ ഒപ്പം കൂട്ടിച്ചേർക്കാണ്. ആ 3 പ്രൊവിൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവ് എന്ന് പറഞ്ഞൊരു പ്രൊവിൻസ്, ഇവാനോ ഫ്രാങ്കിവിസ്ക് എന്ന് പറഞ്ഞൊരു പ്രൊവിൻസ്, ടെർണോഫിൽ എന്ന് പറഞ്ഞൊരു പ്രൊവിൻസ്. ഈ 3 പ്രൊവിൻസും പോളണ്ടിന്റെ സ്ഥലമാണ് ഉക്രൈനോടൊപ്പം. ഇന്നത്തെ ഉക്രൈൻ അന്നത്തെ റഷ്യയാണ് പിടിച്ചെടുക്കുന്നത് ഈ 3 സ്ഥലങ്ങളും. ഇത് സ്റ്റാലിന്റെ കാലഘട്ടത്തിലെ നോർത്ത് വെസ്റ്റ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞുള്ള ആ രീതിയിൽ കൂട്ടിച്ചേർക്കുന്നതാണ് ഈ സ്ഥലങ്ങൾ. ഇതിലുപരിയായിട്ട് അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1940 നോർത്തേൺ ബോക്കോവിന, ബെസറേവിയ, ഈ 2 സ്ഥലങ്ങളും റൊമേനിയയുടെ ഭാഗത്തു നിന്നാണ്. റൊമേനിയയുടെ കയ്യിൽ നിന്നും അന്നത്തെ റഷ്യ ഇന്നത്തെ ഉക്രൈനോടൊപ്പം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നത്തെ റഷ്യ കൂട്ടിച്ചേർക്കുകയാണ് ഉക്രൈനോടൊപ്പം. കാരണം ഉക്രൈൻ സോവിയറ്റിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പൊ 1940 ഒരു എക്സ്പാൻഷൻ കൂടെ നടന്നിട്ടുണ്ട് റൊമാനിയയുടെ ഭാഗത്തേക്ക്. ഇനി 1945 സക്കർബാട്ടിയ എന്ന് പറയുന്ന സ്ഥലം കൂട്ടിച്ചേർക്കാണ്. ഈ സക്കർബാട്ടിയ എന്ന് പറയുന്ന സ്ഥലം ചെക്കോസ്ലോവാക്യയിൽപ്പെട്ടതാണ്. അപ്പൊ 1945 വേൾഡ് വാർ അവസാനിക്കുന്ന ആ ഒരു സമയത്താണ് ഈ സക്കർബാട്ടിയ ഉക്രൈനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നത്. ഇതെല്ലാം സോവിയറ്റ് റഷ്യ പിടിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഇനി 1954 ഈ ഉക്രൈന്റെ 300 വർഷത്തെ ആ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് അന്നത്തെ റഷ്യൻ ലീഡറായിട്ടുള്ള ഖൊർഷേവ് ക്രീമിയ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഉക്രൈന് ക്രീമിയ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. 300 വർഷത്തെ പാർട്ട്ണർഷിപ്പിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു ക്രീമിയായ ഉക്രൈന് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ യഥാർത്ഥ ഉക്രൈൻ എന്താണ്, ഈ സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഉക്രൈൻ ഇത്ര എക്സ്പാൻഡ് ചെയ്ത് ഇത്രയും വലുതായി നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ചരിത്ര പ്രാധാന്യമാണ് ഞാനിവിടെ പറഞ്ഞു വെച്ചത്. ഇനിയിപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുടിൻ തീരുമാനിച്ചിരിക്കുന്നത് എന്താണോ സോവിയറ്റിൽ ഉക്രൈൻ വന്ന് ചേരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഉക്രൈൻ, ആ ഉക്രൈൻ മതി. തിരിച്ചു പോകുന്ന സമയത്ത് റഷ്യയുടെ കുറെ ഭാഗങ്ങളും കൂടെ ഈ ഉക്രൈൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ആ ഭാഗങ്ങൾ എന്തായാലും ഇപ്പൊ റഷ്യ കയറി പിടിച്ചു വെച്ചിരിക്കുന്ന ഭാഗങ്ങളാണ്. ഇപ്പൊ റഷ്യ എക്സ്പാൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ മോൾഡോവ വരെ കയറി പിടിച്ചിരിക്കുകയാണ്. അതായത് മോൾഡോവ വരെ ഉക്രൈന്റെ ബോർഡർ ഷെയർ ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം ഇപ്പൊ ലോക്ക്ഡ് ആണ്. അപ്പൊ അതായത് ഇപ്പൊ ഉക്രൈൻ ഒരു ലാൻഡ് ലോക്ക്ഡ് ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ പിടിച്ചു വെച്ചിരിക്കുന്നത് 20% ആണെന്നുണ്ടെങ്കിൽ റഷ്യ ഇപ്പൊ അവകാശപ്പെടുന്നത് 35% സ്ഥലം റഷ്യ എടുത്തോണ്ട് പോകും എന്നാണ് പറയുന്നത്. ഇതിനൊരു പേരും കൂടെ ഇട്ടിട്ടുണ്ട്, നോവ റഷ്യ.
ഈ നോവ റഷ്യ എന്ന് പറഞ്ഞ പുതിയ റഷ്യ എന്നുള്ള ഒരു പേരും കൂടെ ഇപ്പം വളരെ പോപ്പുലർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ വെസ്റ്റേൺ മീഡിയാസ് ആയിട്ടുള്ള BBC ഉൾപ്പെടെ CNN ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം തന്നെ റഷ്യ ഇനി കൂടുതൽ അങ്ങ് ആക്രമിക്കും എന്നുള്ള നിലയിലുള്ള പല വാർത്തകളും പടച്ചു വിടുന്നുണ്ട്. അതൊക്കെ ഈ ഒരു വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിനെയും അതുപോലെ തന്നെ ഈ ഒരു നാറ്റോ രാജ്യങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെറും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വാർത്താ മാധ്യമങ്ങളുടെ ഒരു ജൽപ്പനങ്ങൾ മാത്രമാണ്. അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല എന്നുള്ളതാണ്. റഷ്യ വളരെ വ്യക്തമായിട്ട് തന്നെ അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യും. ആ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ സോവിയറ്റിൽ വന്ന് ചേരുമ്പോൾ ഉക്രൈൻ എന്തായിരുന്നോ അപ്പൊ റഷ്യയുടെ കുറെ സ്ഥലങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇതിലുപരിയായിട്ട് റഷ്യ ഇപ്പൊ കയറി പിടിക്കുന്ന ഒരു 30-35% സ്ഥലങ്ങളിലെല്ലാം തന്നെ ജീവിക്കുന്നത് ഏറ്റവും കൂടുതൽ റഷ്യൻസ് ആണ്. അവർ സോവിയറ്റ് സമയത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആ റഷ്യൻസ് ആണ് അവിടെ താമസിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്ഥലത്ത് അഭിപ്രായം അറിയണം, പ്ലെബിസിറ്റ് നടത്തണം എന്നാണ് റഷ്യയുടെ അഭിപ്രായം. അത് ഒരിക്കലും ഈ ഉക്രൈനോ അല്ലെങ്കിൽ ഈ ഉക്രൈന്റെ ഭരണാധികാരികളോ അല്ലെ സെലൻസ്കിയോ തന്നെ സമ്മതിച്ചിരുന്നില്ല എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള കാര്യം. അപ്പൊ റഷ്യ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് ജനങ്ങളുടെ താല്പര്യത്തോടു കൂടി അവിടെ ഒരു ഇലക്ഷൻ നടത്തി ഒരു പുതിയ ലീഡറിനെ കൊണ്ടുവരണം എന്ന് റഷ്യ ആവർത്തിച്ച് പറയുന്നത് കൊണ്ടാണ്. കാരണം ഈ റഷ്യ കയറി പിടിച്ചിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം വളരെ ഉത്തമ ബോധ്യമുണ്ട്. അതിനകത്ത് താമസിക്കുന്നതെല്ലാം ഏറ്റവും കൂടുതൽ റഷ്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇന്ന് തലമുറകളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആ മേഖലയിലുള്ള ആൾക്കാർക്ക് റഷ്യയോടൊപ്പം കൂടി ചേർന്ന് താമസിക്കണം എന്നാണ് ആഗ്രഹം എന്ന് റഷ്യ പറയുന്നത്. ഉക്രൈൻ തീർച്ചയായിട്ടും അത് പറയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ റഷ്യ കയറി പിടിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ 35% സ്ഥലം ഇനി കയറി പിടിക്കാൻ പോവാണ്. കാർക്കീവ് ഉൾപ്പെടെയുള്ള സ്ഥലം, മോൾഡോവ വരെ ആ ബോർഡർ ഷെയർ ചെയ്യുന്ന ആ സ്ഥലം, അതുപോലെ തന്നെ മറിയോപോൾ പോലെയുള്ള ഈ പോർട്ട് സിറ്റികൾ, അതെല്ലാം തന്നെ അവിടെ 2 പോർട്ട് സിറ്റിയാണ് ഉള്ളത്. ആ 2 പോർട്ട് സിറ്റി കംപ്ലീറ്റ്ലി റഷ്യ കൈയടക്കിയിരിക്കുകയാണ്. ഇനി ഉക്രൈന് സംഭവിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഇങ്ങനെ ഒരു പതനം ഉക്രൈന് സംഭവിക്കേണ്ടതായിട്ട് വന്നെന്നുള്ളതിൽ മറ്റുള്ളവർക്കെല്ലാം സങ്കടം ഉണ്ടാവും. അതിൽ യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. ഇതിനെല്ലാത്തിനും കാരണം ഈ സെലൻസ്കി എന്ന് പറഞ്ഞ ഒറ്റൊരു ലീഡറാണ്. അയാൾ വിചാരിച്ചിരുന്നെങ്കിൽ ഒരു ഫോൺ കോളിൽ തീർക്കാവുന്ന പ്രശ്നമായിരുന്നു 3-3.5 വർഷത്തോളം വലിച്ചു നീട്ടി അഴിച്ച് പകുതി ഉക്രൈൻ, അതായത് പണ്ടത്തെ റഷ്യയുടെ സ്ഥലം റഷ്യ അങ്ങ് എടുത്തുകൊണ്ട് പോകുന്നു. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണിത്. അപ്പൊ ഞാൻ പറഞ്ഞ മാപ്പും കാര്യങ്ങളൊക്കെ നോക്കുക. എന്നിട്ട് ഇതിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. റഷ്യ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ടാവും, റഷ്യ എതിർക്കുന്ന ആൾക്കാരുണ്ടാവും, ഉക്രൈനെ അനുകൂലിക്കുന്നവരുണ്ടാവും, എതിർക്കുന്നുണ്ടാവും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുക. എന്നാലേ നമുക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുള്ളൂ. എന്നാൽ ഈ വിഷയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിഷയമായിട്ട് മാറിത്തീരും എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയമില്ല. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.